ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. രാത്രി ബാലേന്ദ്രനെ കാണുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും നേരം ഹോസ്പിറ്റലിലായിരുന്നോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതെ, അതിന് പാതിരാത്രി ഒന്നും ആയിട്ടില്ലല്ലോ, സമയം 10:30 ആയിട്ടുള്ളൂ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്നാലും നിങ്ങൾ ഇത്രയും നേരം അവിടെ ഇരുന്നോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മോളുടെ അടുത്തായിരുന്നത്, അവിടെ അലീനെ മാത്രമല്ലേ നിനക്ക് കാണുന്നുള്ളൂ, അവിടെ എൻ്റെ മോളുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇവിടെ ഉണ്ട് ഒരു മോള്, നിങ്ങൾ അവളുടെ അടുത്ത് ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ നീ അവളെ പോയി വിളിച്ചുകൊണ്ട് വാ, നമുക്ക് അവളുടെ ഇടത്തും വലത്തും വന്നിരിക്കാം. അവളിപ്പോൾ ഉറങ്ങി. എന്നാൽ പിന്നെ നാളെ ആവാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ ബാലേന്ദ്രന് ടെൻഷൻ ഇല്ലാത്തൊരു കാര്യം ചോദിക്കട്ടെ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ചോദിച്ചോ. ഹോസ്പിറ്റലിൽ ഇപ്പോൾ മൊത്തം എത്ര ബില്ലായിട്ടുണ്ടാവും? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരു 1,00,000 രൂപ എന്തായാലും ആയിട്ടുണ്ട്. ഇനിയും ഒരു 25,000 കൂടി കൊടുക്കാൻ വരുന്നുണ്ട്, അടുത്ത ബില്ല് വരുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒരു വീട്ടുവേലക്കാരിക്ക് ഇത്രയോ? ഈ കടമൊക്കെ വീട്ടാൻ അവൾ എത്ര മാസം പണിയെടുക്കേണ്ടി വരും? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ജോലി സ്ഥലത്ത് വെച്ച് അപകടം ഉണ്ടായ അതിൻ്റെ പൈസ കൊടുക്കേണ്ടത് അവിടുത്തെ മുതലാളിയാണ്, അല്ലാണ്ട് തൊഴിലാളിയല്ല. ഇതൊക്കെ ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതല്ലേ വൈജയെന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. എന്നാലും ഇതിപ്പോൾ അവളെ ഇവിടെ നിർത്തിയാലും പിരിച്ചു വിട്ടാലും ഒക്കെ നമുക്ക് നഷ്ടമാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ വൈജയന്തി. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്ര ദേഷ്യവും ഇറിറ്റേഷനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ അവളെ ഒന്ന് തലേന്ന് ഇറക്കി വെക്കുമോ വൈജയ്? അവൾ ഇവിടെ വന്ന അന്ന് മുതൽ നീ അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുക. അവളൊന്ന് ഇറക്കി വെക്കി, അവൾ ഇതെല്ലാം അങ്ങനെ നടന്നോളും. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഞാനാണോ അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അതെ, നീ തന്നെയാണ്. നീ ആദ്യം അവളെ ഒന്ന് ഇറക്കി വെക്കി, അപ്പോൾ എന്നിട്ട് നിൻ്റെ തലയൊന്ന് ഫ്രീ ആക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. കൃഷ്ണമോള് രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ റെഡി ആവുന്നുണ്ട്. അവൾ അവളുടെ ഒരു ജോഡി ഡ്രസ്സ് അലീനയുടെ ബാഗിൽ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനോട് പറയുന്നുണ്ട്, ചേച്ചി, ഞാൻ എൻ്റെ ഡ്രസ്സ് ചേച്ചിയുടെ ബാഗിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, വീട്ടിൽ കൊണ്ടുപോകണ്ടേ മോളെ? അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അതിന് ഞാൻ വൈകിട്ട് ഇങ്ങോട്ട് തന്നെ വരുമല്ലോ, സ്കൂൾ ഇവിടെ അടുത്താണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നിനക്കിവിടെ അങ്ങ് ഇഷ്ടമായോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചിയോട് വർത്താനം പറഞ്ഞിരിക്കാനാ, അല്ലെങ്കിലും ഹോസ്പിറ്റൽ ആർക്കാ ഇഷ്ടം? നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ മോളെ ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അതിനിപ്പോൾ മനുവേട്ടനോ അല്ലെങ്കിൽ അച്ഛനോ വരും, അപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയിട്ട് ക്യാൻറ്റീനിൽ പോയി കഴിച്ചോളാം. ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ കൃഷ്ണമോള് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ബുദ്ധിമുട്ടി കുറച്ച് ബുദ്ധി ഉണ്ടാവട്ടെ. ആ സമയം തന്നെ മനു വരുന്നുണ്ട് കേട്ടോ. മനുവിനെ കാണുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ് മനുശങ്കർ IPS. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഒരു IPS? ഇൻഫോ പാർക്ക് സർവീസേ. അപ്പോൾ മനു അലീനോട് ചോദിക്കുന്നുണ്ട്, ഇവളിന്നലെ ഉറങ്ങാൻ സമ്മതിച്ചോ നിന്നെ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞങ്ങൾ നല്ല കൂട്ടല്ലേ, ഇവളെൻ്റെ അനിയത്തിയല്ലേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട് കേട്ടോ, അത് നന്നായി, ഒരാളെങ്കിലും സപ്പോർട്ടിന് ഉണ്ടല്ലോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ ഇന്നലെ നന്നായി ഉറങ്ങിയോ? ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കൊളച്ചതല്ലേ? അപ്പോൾ മനു പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയോ ഉറങ്ങി. അപ്പോൾ അലീന പറയുന്നുണ്ട്, എങ്കിൽ ഗുഡ് മോർണിംഗ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നീ ചോദിച്ചത്? അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് കേട്ടോ, മനുവേട്ടാ, എന്നാൽ ഞാൻ സ്കൂളിൽ പൊക്കോട്ടെ, എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു തരുമോ ക്യാൻറ്റീനിൽ നിന്ന്? അപ്പോൾ മനു പറയുന്നുണ്ട്, അപ്പോൾ പറയണ്ടേ മോളെ, വാ നമുക്ക് പോയി ക്യാൻറ്റീനിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളെയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് എന്ത് ചെയ്യും മോളെ, നീ ഭക്ഷണം കൊണ്ടുപോകണില്ലല്ലോ? അപ്പോൾ മനു പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് വായോ, ഞാൻ വാങ്ങിച്ചു തരാം ക്യാൻറ്റീനിൽ നിന്ന്. അത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളും പോകുന്നുണ്ട് കേട്ടോ. ആ സമയം ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ അലീനയെ പരിശോധിക്കാനായിട്ട്. ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ മുറിവിൽ വേദന തോന്നുന്നുണ്ടോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എങ്കിൽ എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ചരിഞ്ഞിട്ട് വേണം എഴുന്നേൽക്കാനായിട്ട്, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കരുത്. നമുക്കൊന്ന് നടന്നു നോക്കിയാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ. എന്നിട്ട് അലീനേനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ വേദന തോന്നുന്നുണ്ടോ, വലിച്ചിളങ്ങാനും? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ഇല്ലയെന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എങ്കിൽ കുഴപ്പമില്ല, നമുക്ക് 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആവാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അലീനയുടെ പൾസും പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഇനി ഈ വേഷം ധരിക്കണം എന്നില്ല, സാധാരണ നോർമൽ വേഷമൊക്കെ ധരിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് അലീനോട് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശീനെയാണ് കേട്ടോ.
മുത്തശ്ശിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. മുത്തശ്ശി അത് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹലോ പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഹലോ പറയുന്നത് അലീനയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് അലീനയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞെ നിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് എന്തൊരു ആശ്വാസമായെന്നറിയോ, ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല മുത്തശ്ശി, ഞാനിപ്പോൾ ഇതേ മനുവേട്ടൻ്റെ ഫോണിൽ നിന്നാണ് മുത്തശ്ശീനെ വിളിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, മനു അടുത്തുണ്ടോ? എനിക്ക് സമാധാനമായി. എന്നാലും നിനക്ക് എന്നാ പറ്റിയതാ മോളെ? അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആരും മുത്തശ്ശിയോടൊന്നും പറഞ്ഞില്ലേ? ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടു, നീ കസേരയിൽ കയറി എന്താണ്ടോ കത്രിക കൊണ്ട് മുറിക്കാൻ ചെന്നപ്പോൾ കസേര തെറ്റി വീണതാണെന്നോ അങ്ങനെ കുത്തു കിട്ടിയതാണെന്നോ ഒക്കെയോ. പക്ഷേ എനിക്കെന്തോ അത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. നിനക്ക് സാധാരണ അങ്ങനത്തെ അപകടങ്ങളൊന്നും പറ്റാറില്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ വീണതാ മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വീണതാണ്, പക്ഷെ അതെങ്ങനെ വീണതാ? നീ ഇപ്പോൾ ഒന്നും പറയണ്ട, നീ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമല്ലോ, അപ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല മുത്തശ്ശി, ഞാൻ വന്നിട്ട് മുത്തശ്ശിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയില്ലെങ്കിലും നീ ഒന്ന് സുഖപ്പെട്ട് കണ്ടാൽ മതി. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നോട് ഡോക്ടർ പറഞ്ഞത് 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആവാമെന്നാ. ഞാൻ ഈ മനുവേട്ടൻ്റെ കയ്യിൽ കൊടുക്കാം. അപ്പോൾ മനു ഫോൺ വാങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ സൗദാമിനിയമ്മേ, ഞാൻ അവിടെ ഒരു കൊച്ചിനെ ഏൽപ്പിച്ചായിരുന്നല്ലോ, നന്നായി നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടിപ്പോൾ അത് കുത്തും കിട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഇങ്ങനെയാണോ നോക്കിയത്? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാ മോനെ, നീ പറഞ്ഞായിരുന്നതാ, എന്നാ ചെയ്യാനാ? അപ്പം മനു പറയുന്നുണ്ട്, ഏതായാലും ഇന്നോ നാളെയൊക്കെ ആയിട്ട് അലീന ഡിസ്ചാർജ് ആവും. അപ്പം ആൻറ്റിയോട് പറഞ്ഞേക്ക് വാളും പരിചയും തോക്കൊക്കെ ആയിട്ട് റെഡിയായി നിന്നോളാൻ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അവൾ ഇനി അങ്ങനെയൊന്നും ചെയ്യുമെന്ന് തോന്നണില്ല. അപ്പം മനു പറയുന്നുണ്ട്, ശരി, ഞാൻ വെക്കുവാണേ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മനു ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇനി ആരെ വിളിക്കാനാ? അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, രേവതിക്കുട്ടിയെ വിളിച്ചോ? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ഇല്ല, ഇത് പറഞ്ഞാൽ അവൾ പേടിക്കും. അപ്പോൾ മനു പറയുന്നുണ്ട്, പേടിക്കാനുള്ള സിറ്റുവേഷനൊക്കെ കഴിഞ്ഞില്ലേ, നീ ധൈര്യമായിട്ട് പറയാം. എന്ന് കരുതി അവളെ പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻഫോം ചെയ്യുക, അത്ര മതി. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, എന്നാൽ ശരി, അവളെ വിളിച്ചേക്കാല്ലേ, അല്ലെങ്കിൽ അവൾ പിണങ്ങും. എന്നിട്ട് മനു ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക്. നമ്പർ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട് മനു. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മെമ്മറിയിലാണ് സേവ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അലീന ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ, നമ്പർ ഡയൽ ചെയ്ത്. അപ്പം മനു പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ പോയി അലീനയ്ക്ക് ചായ വാങ്ങിച്ചിട്ട് വരാം. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, അയ്യോ എനിക്ക് ചായ ഒന്നും വേണ്ട. അപ്പം മനു പറയുന്നുണ്ട്, തനിക്കല്ലടോ, എനിക്ക് ചായ വേണം, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ മനു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതിക്കുട്ടി ഫോൺ എടുക്കുകയാണേ, ഹലോ പറയുന്നുണ്ട്. അപ്പോൾ അലീനയുടെ സൗണ്ട് കേൾക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ചേച്ചിയോട് ഞാൻ പിണക്കുക, 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ എത്ര ദിവസമായി? അപ്പോൾ അലീന പറയുന്നുണ്ട്, ആണോ, ഇനി ഈ പിണക്കം മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, ഒന്നും ചെയ്യണ്ട, എന്നാലും ഇങ്ങനെ പറ്റിക്കരുത് കേട്ടോ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയോ, ആ ഫോൺ എടുത്തൊന്ന് നോക്ക്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതിന് എൻ്റെ കയ്യിൽ ഫോണില്ല മോളെ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ, അതെന്നാ പറ്റി ചേച്ചി, ഫോണിന് എന്താ പറ്റിയേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണ് മോളെ, പാലായിലുള്ളൊരു ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രേവതിക്കുട്ടി ആകെ ഷോക്കാവാണ് കേട്ടോ. അയ്യോ, എന്തു പറ്റി ചേച്ചിക്ക്? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു, നിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ മോളെ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, ഇല്ല ചേച്ചി, ഇവിടെ ആരുമില്ല, ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞോ. എന്നിട്ട് അലീന നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് ആകെ സങ്കടമാവണം കേട്ടോ. രേവതിക്കുട്ടി കരയുകയാണ് ചെയ്യണത്. എന്നിട്ട് പറയുന്നുണ്ട്, മതി ചേച്ചി, ഇനി അവിടുത്തെ ജോലിയൊക്കെ ചേച്ചി മതിയാക്കിക്കോ, ഇതൊക്കെ മതി, ഇനി ചേച്ചി ഇങ്ങോട്ട് പോന്നോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ സ്വന്തം ചോരയല്ലേ മോളെ, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചതാ, അല്ലെങ്കിൽ അവരുടെ ഭാവി എന്താവും. ഈ സമയം ബാലേന്ദ്രൻ വരുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ ഇതൊക്കെ വാതിലിൻ്റെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇനി അവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. എൻ്റെ അമ്മ, അച്ഛൻ, കൂടപ്പിറപ്പുകൾ എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്ര മേനോൻ ആകെ ഷോക്കാവാണ് കേട്ടോ. ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ആളവിടെ ഹോസ്പിറ്റലിൽ ഒരു കസേരയിൽ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം മനു വരുന്നുണ്ട് ചായയൊക്കെ വാങ്ങിച്ചിട്ട്. ബാലേന്ദ്രനെ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ മനു ഓടി വരുന്നുണ്ട് കേട്ടോ, അങ്കിളേ എന്ന് വിളിച്ചിട്ട്. അങ്കിൾ എപ്പോഴാണ് വന്നേ, അലീനയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മനു. ബാലേന്ദ്രനാണെങ്കിൽ ഇതൊന്നും കേൾക്കുന്നില്ല, ആൾ ആകെ ആബ്സെൻറ്റ് മൈൻഡഡ് ആണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, അലീനയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല,
അവളോട് നടന്നോളാനൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആവാമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആണോ, പിന്നെന്തൊക്കെയാണ് വിശേഷം? അപ്പം മനുവിന് എന്തോ ഒരു പന്തികേട് തോന്നുക കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ ഇവിടെ ഒന്നല്ലേ, ആബ്സെൻറ്റ് മൈൻഡഡ് ആണല്ലോ, എന്താ പറ്റി, എന്തെങ്കിലും ടെൻഷനുണ്ടോ? അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ടെൻഷനോ, നിനക്കെന്താ ടെൻഷൻ, നീ ചെറുപ്പല്ലേ? അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്കല്ല, അങ്കിളിന് എന്തെങ്കിലും ടെൻഷനുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ടെൻഷൻ ഒഴിഞ്ഞിട്ട് നേരമുണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എങ്കിൽ വാ, നമുക്ക് രണ്ടാൾക്കും അലീനയുടെ റൂമിൽ പോകാമെന്ന് പറഞ്ഞിട്ട് മനു ബാലേന്ദ്രനെയും കൊണ്ട് അലീനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അലീന അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, രേവതിക്കുട്ടിയെ വിളിച്ചോ? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ആ വിളിച്ചു, അവൾക്ക് എന്നോട് പിണക്കുക, ഞാൻ ഇത്രയും ദിവസം പറയാതിരുന്നേന്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഇനി ഇന്നെങ്ങാനും വരുമോ അവൾ? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ഇന്നെന്തായാലും വരാൻ സാധ്യതയില്ല, മാമച്ചൻ അങ്കിൾ എന്തോ കുന്നംകുളത്തങ്ങോട്ടോ പോയേക്കുക, അപ്പോൾ എന്തായാലും നാളെ വരുള്ളൂ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, മനു എന്താ നിൻ്റെ പ്ലാൻ? അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാനെന്നാൽ എറണാകുളത്തേക്ക് പോവാങ്ങളെ, ഇവിടെ ഇപ്പോൾ കൃഷ്ണമോളുണ്ടല്ലോ, അവൾ രാത്രി വരാമെന്നാണ് പറഞ്ഞത്, അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മനു നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, ഒരു എമർജൻസി സിറ്റുവേഷനിൽ എനിക്ക് നീയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മനു പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു താങ്ക്സ് പറച്ചിലിൻ്റെ ആവശ്യമുണ്ടോ അങ്ങളെ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഉള്ളതുകൊണ്ട് അലീനയ്ക്കൊരു കോൺഫിഡൻസ് കിട്ടി, വീണ് കിടക്കുമ്പോൾ നമുക്കൊരു കൈ തരാൻ ആളുള്ളത് എത്ര ആശ്വാസമാണെന്ന് നിനക്കറിയോ, ഞാനത് കുറേ അനുഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ മനു അലീനോട് യാത്ര പറയുന്നുണ്ട് കേട്ടോ, കഴിഞ്ഞു പോയതൊന്നും ആലോചിക്കേണ്ട, ഇനിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ നിനക്ക് ആരോഗ്യം വീണ്ടെടുക്കണം, മുന്നോട്ട് പോകണം, ആ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ അലീന മനുവിനോട് താങ്ക്സ് പറയാൻ ഒരുങ്ങുക കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ മനു പറയുന്നുണ്ട്, ഒരു നന്ദി വാക്കിൻ്റെയോ കടപ്പാടിൻ്റെയോ ഒന്നും ആവശ്യമില്ല, ഇവിടെ ഞാൻ ഹാപ്പി ആയിരുന്നു മറ്റെവിടെ നിൽക്കുന്നതിനെക്കാട്ടും, അപ്പോൾ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് മനു പോകുന്നുണ്ട് കേട്ടോ. മനുവിൻ്റെ കൂടെ ബാലേന്ദ്രനും പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ആ വീട് നോക്കിക്കൊണ്ടിരുന്നവളല്ലേ, സാറിന് അറിയാലോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ആ സ്വന്തം വീട് പോലെ അല്ലേ, അതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായിട്ടില്ലേ. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയും വൈജയന്തിയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കാണുന്നവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അലീന നിങ്ങളുടെ ആദ്യ ഭാര്യയിലുള്ള മോളാണെന്നാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ അല്ലെന്ന് എനിക്ക് തീർച്ചയാണ്. ഇനി കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ മേനോന് 3 ആൺമക്കളും ഒരു മോളും ആണല്ലോ ഉള്ളത്, ഇനി അവരുടെ ആരെങ്കിലും ആവാതിരുന്നാൽ മതി. ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ നാളത്തെ പ്രമോ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.